ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. റിലാക്സ് ആൻഡ് വാച്ച്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ മൂന്നാറിൻ്റെ വിരിമാറിലാണ്. അപ്പോൾ മൂന്നാറിൽ ഞങ്ങൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാറിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു PW റെസ്റ്റ് ഹൗസ് ഉണ്ട്. ഇത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ആദ്യം കാണിക്കാം. ആ മുന്നിൽ കാണുന്നതാണ് മൂന്നാർ ടൗണ്, കേരള ബാങ്ക്. സോ ഇതെല്ലാം മെയിൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് മേപ്പോട്ട് കയറി വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ റെസ്റ്റ് ഹൗസിലെത്തുക. അപ്പോൾ മൂന്നാറിൻ്റെ ഒത്ത നടുക്കാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? സിറ്റിക്കകത്ത് തന്നെയാണ്. സോ അവിടെയാണ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി സംസ്ഥാന സർക്കാർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാ ഈ കാണുന്നതാണ് ആ റെസ്റ്റ് ഹൗസ്. വിശാലമായ പാർക്കിംഗ് ഏരിയ കണ്ടോ? ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്നത് ലോണല്ല, അതൊരു പുൽത്തകിടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു സർക്കാരിന്റെ ഏരിയ തന്നെയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ എന്നാലും ഒരു പുൽത്തകിയുടെ ഭംഗി അതിനുണ്ട്. ഓക്കെ, അവിടുന്ന് നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വിശാലമായ ഒരു ഏരിയ. ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഈ സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന റെസ്റ്റ് ഹൗസ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 7-8 റൂമുകളോളം ഉണ്ടെന്ന് തോന്നുന്നു. 9 റൂമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരു റൂമിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 600 രൂപയാണ് ഒരു ദിവസത്തേക്ക്. അപ്പം 2 പേർക്ക് 600 രൂപ. പിന്നെ അതല്ലാണ്ട് എക്സ്ട്രാ പേഴ്സൺ വരികയാണെങ്കിൽ 150 രൂപയും. അപ്പോൾ അതിന് തനിയെ ഒരു ബെഡും അവർ ഇട്ട് തരും. അപ്പം ഇതാണ് അതിൻ്റെ ചുറ്റുപാടുകൾ കാണുക. ഉള്ളിലേക്കുള്ള കവാടമാണിത്. ഈ റോഡ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് നേരെ ടൗണിലോട്ടാണ്. ആ മൂന്നാർ ആ പാലമില്ലേ, ആ പാലത്തിന്റെ അവിടേക്കാണ് ഇത് ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. ഈ മാസം 15-ാം തീയതി, അതായത് ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ റെസ്റ്റോറന്റ് ഓപ്പൺ ആകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ റിസപ്ഷൻ ഏരിയ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിട്ടിട്ടുണ്ട്. പുതിയ കാലം, പുതിയ നിർമ്മാണം, സംസ്ഥാന സർക്കാരിന്റെ റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം 2021 മുതലാണ് ഇത് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ. അപ്പം നമുക്ക് ഓൺലൈനിലാണ് ഇതിൻ്റെ ബുക്കിംഗ് എല്ലാം വരുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല. ഇവിടെ വന്നിട്ട് എടുക്കാനും മാത്രം അങ്ങനെ ഉണ്ടാവില്ല. ഓൺലൈനിൽ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്തെങ്കിലേ അത് കിട്ടുള്ളൂ. ഒരു മാസത്തെ കാലാവധിയാണ് ഈ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത്. 30 ദിവസം മുമ്പാണ് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത്, അഡ്വാൻസ് റിസർവേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ശനി ഞായറാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്യേണ്ടി വരും. അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമ്മൾ അവൈലബിലിറ്റി നോക്കിയിട്ട് ഞാൻ ഈ തരുന്ന ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി കാണാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ട് ബുക്കിംഗ് ചെയ്തോളുക. പിന്നെ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ID-യും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ID വന്നിട്ട് JPG ഫോമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആദ്യമേ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം. അപ്പോൾ അത് ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് 2 റൂം ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ബുക്കിംഗ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബുക്കിങ്ങിൽ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ 2 റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് ബുക്കിംഗ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതൊരു ഗ്ലിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് ഇപ്പോൾ ഒരാൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു 4 പേര് വരുന്നു, അവർക്ക് റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ബുക്കിംഗ് ആയിട്ട് ചെയ്യാതെ അത് ഒറ്റ ബുക്കിങ്ങിൽ തന്നെ 2 റൂം ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള സൗകര്യം ഇല്ല. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ആ ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്കതിവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ കയ്യിൽ വെച്ചോളുക. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി റൂമിലേക്ക് കയറി നോക്കാം.
ഈ റിസപ്ഷനോട് ചേർന്ന ബ്ലോക്കിൽ 4 റൂമുകളാണുള്ളത്. അതിൽ ഒരു റൂമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന റൂമാണ് 203ഉം 204. സോ കയറി വരുമ്പോൾ തന്നെ നല്ല വീതിയുള്ള നല്ല വിസ്താരമുള്ള ഒരു റൂം. അവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്, ഒരു ചെയർ, ഒരു ടീപ്പോയ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല. പുതിയ LCD TV ആണ്, പക്ഷേ വർക്കിംഗ് അല്ല. ഇതൊരു ഡ്രസ്സിങ് റൂം പോലെയാണ്. ഒരു സാമാന്യം നല്ല വീതിയും വലിപ്പമുള്ള റൂം തന്നെയാണ്. അവിടെ ഒരു വാഷ് ബേസിനുണ്ട്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നതാണ് ഈ കാണുന്ന ബാത്റൂം. ഹീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ വേറൊരു റൂം എന്ന് പറയുന്നത്, മറ്റുള്ള റൂമുകൾ എന്ന് പറയുന്നത് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു ബ്ലോക്കിലാണ്. ഈ റൂമുകളൊക്കെ നല്ല അടിപൊളി റൂമുകളാണ്. മറ്റേതിനേക്കാൾ കുറച്ചുകൂടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. റൂമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇവിടെ മൊത്തം 9 റൂമുകളാണ് ഉള്ളത്. ഇതും ഭയങ്കര വിശാലമായിട്ടുള്ള റൂമാണിത്. ഇതിന്റെ ബുക്കിംഗ് ഓൺലൈൻ മാത്രമേ ഉള്ളൂ, നമുക്ക് അല്ലാണ്ട് നേരിട്ട് വന്ന് എടുക്കാൻ പറ്റില്ല. വെക്കൽ ഉണ്ടെങ്കിൽ തരും അല്ലേ? ഓ അങ്ങനെ. ഓക്കെ. റൂമിന്റെ വലിപ്പം കണ്ടില്ലേ? ഇത്രയും ഭയങ്കര വലിയ റൂമുകളാണ്. സോ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടില്ലേ? ക്വീൻ സൈസ് ബെഡ്. പിന്നെ നമ്മളിപ്പോൾ അഡീഷണൽ പേഴ്സൺ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് ഇട്ട് തരുമോ, അതോ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണോ? ബെഡ് ചാർജ് ചെയ്യണം. അതെ, അപ്പം 150 എക്സ്ട്രാ ചാർജ്. പക്ഷെ അതിന് ഒരു ബെഡ് ഇട്ട് തരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ, ഹീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. സോ 24 hours നിങ്ങൾക്ക് വന്നിട്ട് ചൂടുവെള്ളം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ. ഇത്രയും വിശാലമായ റൂം മൂന്നാറിൽ നിങ്ങൾക്ക് 600 രൂപയ്ക്ക് സങ്കല്പിച്ച് നോക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ. ഇതും ഞങ്ങൾ താമസിച്ചിരുന്ന മറ്റൊരു മുറിയാണ്. 203ആണിത്. പക്ഷേ ആ 207, 208, 209 റൂമുകളാണ് അടിപൊളി റൂമുകൾ. എല്ലാം ഭയങ്കര ഇതിൻ്റെ ഇരട്ടിയുള്ള റൂമുകളാണ്. അതേപോലെ ബാത്റൂമുകളൊക്കെ നല്ല പുതിയ ടൈൽസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് പഴയ ടൈൽസൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും റൂം നീറ്റാണ് കേട്ടോ. പിന്നെ ആകപ്പാടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റും കമ്പിളിയും ഇത്തിരി പഴയതാണ്. അപ്പം അത് പറ്റുമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടുപോക്കുക, അതായിരിക്കും ബെറ്റർ. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ബാത്റൂമിലെ ആ പായലും കാര്യങ്ങളൊക്കെ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ടുള്ളതാണ്. അല്ലാണ്ട് റൂമൊക്കെ വളരെ നീറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ കയറിയതിന് ശേഷം അവിടെ PW ഗസ്റ്റ് ഹൗസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് വരും. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിൽ കയറിയിട്ട് ബുക്കിംഗ് പേജ് എഗ്രി ചെയ്ത് ഉള്ളിൽ പോവുക. എന്നിട്ട് ജനറൽ പബ്ലിക് സെലക്ട് ചെയ്യുക, പ്രൈവറ്റ് ടൂർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഡിസ്ട്രിക്റ്റിലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ആ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് വേണ്ട ഏത് TV ആണ് വേണ്ടതെന്നുള്ളത്, റെസ്റ്റ് ഹൗസ് ആണ് വേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ മൂന്നാറാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ AC റൂമാണ്, നോൺ AC ആണോ, ഏതാണ് അവൈലബിൾ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഇത് പച്ച കളറിൽ കാണിക്കും. എന്നിട്ട് ഏത് ഡേറ്റാണ് വേണ്ടത്, ഏത് ഡേറ്റ് വരെയാണ് വേണ്ടത്, ഫ്രം ടു രണ്ടും കൊടുത്തതിന് ശേഷം എത്ര അഡൾട്ട്സ് ഉണ്ട് എന്നതും നമ്മളവിടെ എൻട്രി കൊടുക്കണം. ഇപ്പോൾ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ നിങ്ങൾക്ക് ഇതിൽ ബുക്ക് ചെയ്യാം. പക്ഷേ 2 റൂം വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം ബുക്ക് ചെയ്യാൻ. ഒരു ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത ബുക്കിംഗ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് അടുത്ത പേജിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി, ബുക്ക് ചെയ്യുന്ന രീതി. ഇപ്പോൾ നമുക്ക് എത്ര റൂമുകൾ അവൈലബിൾ ആണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഇതിൽ പോയതിന് ശേഷം ഈ പറഞ്ഞ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൂം സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റിന് ശേഷം ഏത് റെസ്റ്റ് ഹൗസാണ് വേണ്ടതെന്നുള്ളത് എടുത്തതിന് ശേഷം റൂം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ എഴുതി കാണിക്കും എത്ര റൂം ഉണ്ടെന്നുള്ളത്. മറ്റേത് അവൈലബിൾ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളായിരുന്നു, എത്ര റൂമെന്ന് കാണിക്കില്ല. ഇതിൽ വന്നിട്ട് അവൈലബിൾ എത്ര റൂം ഉണ്ടെന്ന് കാണിക്കും. അതിൽ പിന്നെ വീണ്ടും ബുക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോയിട്ട് മുമ്പേ കാണിച്ച പേജ് തന്നെയാണ്.
അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഇതിൻ്റെ റേറ്റൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്ലിക്ക് റേറ്റ്സ് ഫോർ സ്റ്റേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് TB ആണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ റേറ്റ്, ഓരോ റൂമിൻ്റെയും റേറ്റ് എത്രയാണ്, എക്സ്ട്രാ പേഴ്സണിനുള്ള റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. ഏതൊക്കെ ടൈപ്പ് റൂം അവൈലബിൾ ആയിട്ടുണ്ട്. ചിലയിടത്ത് non-AC റൂംസേ ഉണ്ടാവുള്ളൂ. ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ non-AC റൂംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ AC റൂം non-AC റൂം ഉണ്ടാവും. പിന്നെ തിരുവനന്തപുരം അങ്ങനത്തെ സിറ്റീസിലൊക്കെ വന്നിട്ട് സ്യൂട്ട് റൂം, അങ്ങനെ പല റൂമുകളുണ്ടാവും. സോ ഇതെല്ലാം ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത തവണ മൂന്നാറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ഇത് മൂന്നാർ മാത്രമെന്നല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഓരോ ജില്ലകളിലും 10ഉം 12ഉം റെസ്റ്റ് ഹൗസ് ലൊക്കേഷനുകളിൽ ഈ റെസ്റ്റ് ഹൗസുകളുണ്ട്. അപ്പം അത് പ്രയോജനപ്പെടുത്തുക. ഓരോന്നും ഓരോ രീതിയിലായിരിക്കും. ഇവിടുത്തെ മൂന്നാറിലത്തേത് നല്ല വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സിറ്റിക്ക് അകത്ത് തന്നെയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് നടക്കാൻ പോലും ഇല്ല, അത്രയ്ക്ക് അടുത്താണ്. ഒരു മിനിറ്റൊന്നും ഇല്ല, ഒരു 30 സെക്കൻഡ് നടക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ, അത്രയ്ക്ക് അടുത്താണ്. ഭക്ഷണശാലകൾ, റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എല്ലാം അടുത്ത് തന്നെയുണ്ട്. പിന്നെ ടാക്സി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അടുത്ത് തന്നെയുണ്ട്. അതേപോലെ സേഫാണ്. ഇഷ്ടംപോലെ CCTVയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്, അത് താമസിക്കാൻ കൊള്ളില്ല എന്നുള്ള ധാരണ വേണ്ട. വളരെ നല്ല ഒരു അക്കോമഡേഷൻ ഓപ്ഷൻ തന്നെയാണ്. ഞങ്ങൾ കുട്ടിക്കാനത്തും താമസിച്ചിരുന്നു. കുട്ടിക്കാനം ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ്. കുറച്ചുകൂടെ പുതിയ റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഈ 201, 202, 203, 204 ഇത് 4ഉം ഈ റിസപ്ഷനോട് ചേർന്ന് ഈ വലിയ ബിൽഡിങ്ങിൽ വരുന്നതാണ്. മറ്റേത് ഇതിൻ്റെ പുറയിലാണ്. അത് കുറച്ചുകൂടെ നല്ല റൂമുകളുമാണ്, നല്ല വീതിയും വലിപ്പമൊക്കെയുള്ള നല്ല റൂമുകളുമാണ്. അപ്പം അടുത്ത ഒരു നല്ല വെക്കേഷൻ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.